ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നേഹഹോമാദികൾ വിധിപ്രകാരം ചെയ്ത് മാമുനീശ്വരൻ അരുളി ചെയ്തതുപോലെ എല്ലായിടത്തും നടന്ന് ആ കോമളകുമാരന്മാർ പാടിത്തുടങ്ങി. അമൃതസമമായ ഗാനം സീതാപതിയുടെ ശ്രവണപുടങ്ങളിൽ പതിച്ചു. പൂർവിക ആചാര്യന്മാർ വിരചിച്ചതും ഗാനമാധുരി ചേർന്നതും ഇതിനു മുമ്പില്ലാത്തതുമായ ഗീതങ്ങളെ, പ്രമാണരത്നങ്ങൾ അനേകം അന്തർഭവിച്ച കാവ്യതല്ലജങ്ങളെ തന്ത്രീലയത്തോടെ സുസ്വരത്തിൽ പാടുന്നത് ശ്രീരാമദേവൻ കേട്ടത് കൗതുകപൂർവമായിരുന്നു. യാഗകർമ്മങ്ങൾ ചെയ്ത് വിശ്രമിക്കേണ്ട സമയത്തിൽ മന്നോർ മന്നവൻ അത്യുജ്വലമായൊരു സദസ്സ് വിളിച്ചുകൂട്ടി. അർജന്മാർ, നരവ്യാക്രന്മാർ, പൗരന്മാർ, പണ്ഡിതന്മാർ, പൗരാണികന്മാർ, വ്യാകരണന്മാർ, വൃദ്ധ ബ്രാഹ്മണന്മാർ, ഭാഗവതന്മാർ, ലക്ഷണജ്ഞന്മാർ, നഗരപ്രമുഖന്മാർ, പാദാക്ഷര സമാസവിജ്ഞന്മാർ, ഛന്ദോവിശാരദന്മാർ, സ്വരമാത്ര വിഭാഗജ്ഞന്മാർ, ജ്യോതിഷ മഹാപണ്ഡിതന്മാർ, ക്രിയാകൽപ്പ പ്രവീണന്മാർ, കാര്യ സാധ്യ സാമർഥ്യജ്ഞന്മാർ, ഭാഷാവിജ്ഞന്മാർ, ഇംഗിതജ്ഞന്മാർ, പ്രജാപ്രമുഖന്മാർ, യുക്തിവാക് പ്രയോഗാഭിജ്ഞന്മാർ, താർക്കികന്മാർ, ഛന്ദോഭിജ്ഞന്മാർ, സർവപുരാണ കോവിദന്മാർ, വൈദിക ദ്വിജസത്തമന്മാർ, ചിത്രകലാ പ്രവീണന്മാർ, വൃത്തസൂത്രജ്ഞന്മാർ, വേദാന്താചാര്യന്മാർ, നടനകലാവിദഗ്ധന്മാർ, നീതിശാസ്ത്ര പാരംഗതന്മാർ, സർവശാസ്ത്ര വിശാരദന്മാർ മുതലായവരാണ് രാജരാജ സദസ്സിനെ അലങ്കരിച്ചത്. ഭഗവാൻ വാൽമീകിയുടെ ശിഷ്യന്മാരെ യഥാസ്ഥാനത്തിരുത്തി. അഖിലലോക പെരുമാൾ ശ്രീരാമചന്ദ്രനെയും പാട്ടുകാരായ മുനികുമാരന്മാരെയും കണ്ണുകൾ കൊണ്ട് നുകരത്തക്ക വിധം മാറി മാറി നോക്കുന്ന മാമുനീന്ദ്രന്മാരുടെയും ഓജസ്സേറിയ ഭൂപാലകന്മാരുടെയും വദനങ്ങളിൽ ആശ്ചര്യം ഓളം വെട്ടി. പരസ്പരം പതുക്കെ പതുക്കെ അവരിങ്ങനെ പറഞ്ഞു തുടങ്ങി: നോക്കൂ, നമ്മുടെ തമ്പുരാനോട് സദൃശ്യരായ ഈ രണ്ടുപേരെ ബിംബവും പ്രതിബിംബവും എന്നുപോലെയല്ലേ കാണുന്നത്? മരത്തോൽ ഉടുക്കാതെ ജട ധരിക്കാതെ വന്നിരുന്നെങ്കിൽ ഈ ഗായകന്മാർക്കും ശ്രീരാമദേവനും തമ്മിൽ പോലും വ്യത്യാസം കാണുവാൻ ആർക്ക് സാധിക്കും? എന്നാൽ സംസാരത്തിൻ്റെ ഇരമ്പക്കം പെട്ടെന്ന് നിന്നു. ദിവ്യമായ ഗാനാലാപം ആ അന്തരീക്ഷത്തെ മുഖരിതമാക്കി. എല്ലാവരും നിശബ്ദരായി. അതിമാനുഷമായ സംഗീതം അലയടിക്കുന്ന അമ്പരദേശം കൂടി പരിപാവനമായി തീർന്നു. എത്ര കേട്ടിട്ടും ആർക്കും മതി വരുന്നില്ല. അത്രമാത്രമാണ് ഗാനത്തിൻ്റെ മേന്മ. ദേവർഷി വര്യനായ നാരദൻ അരുളിയ പൂർവ്വസർഗമാണ് ആദ്യം തുടങ്ങിയത്. അത് മുതൽക്ക് 20 സർഗങ്ങൾ അവസാനിച്ചു. സശ്രദ്ധം അവയെല്ലാം കേട്ട രഘുനായകൻ സായാഹ്നമായപ്പോൾ അനുജനോട് സസ്നേഹം: കുമാര, ഈ മഹാത്മാക്കൾക്ക് 18,000 സ്വർണ്ണ നാണ്യങ്ങൾ കൊടുക്കൂ. മാത്രമല്ല, എന്തെന്നാണോ അവർ ആഗ്രഹിക്കുന്നത്, നിസ്സംശയം അതും നൽകണം. രഘുനന്ദനൻ വെവ്വേറെ പൊന്ന് സമർപ്പിച്ചു. എന്നാൽ കുശനും ലവനും യാതൊന്നും സ്വീകരിച്ചില്ല. മഹാത്മാക്കളുടെ മുഖങ്ങളിൽ നിന്നെല്ലാം എന്താണിത് എന്നിങ്ങനെ വിസ്മയവാക്കുകൾ പെട്ടെന്ന് ഉയർന്നു. മഹാപ്രഭു, കാട്ടിലുള്ള കായ്കളും കനികളും കഴിച്ച് വസിക്കുന്ന ഞങ്ങൾക്ക് എന്തിനാണ് പൊന്നും പണവും? ഞങ്ങൾ അവിടെ ഇതുകൊണ്ട് എന്തു ചെയ്യും? കുമാരന്മാരുടെ വാക്കുകൾ ശ്രോതാക്കളേവരെയും വിശിഷ്യ ജാനകീപതിയെയും അത്യധികം വിസ്മയിപ്പിച്ചു. ഈ കാവ്യം അവർക്ക് കിട്ടിയ മാർഗം ഏതെന്നറിയുവാനുള്ള ജിജ്ഞാസയോടെ അമേയ ജ്യോതിസ്വരൂപനായ ദാശരഥി: ഉണ്ണികളെ, ഈ കാവ്യം എത്രയുണ്ട്? എവിടെയാണ് ഇത് അവസാനിക്കുന്നത്? ഏതൊരു മഹാത്മാവാണിത് വിരചിച്ചത്? ആ മാമുനീശ്വരൻ എവിടെ? ആ മഹർഷിമാലന്മാർ സപ്രണാമം, സാദരം. പ്രഭോ, രാജരാജേശ്വര, ഭഗവാൻ വാൽമീകി വിരചിച്ചതാണ് ഈ കാവ്യം. യജ്ഞശാലയിലെ ഋഷിവാടത്തിൽ അവിടുന്ന് എഴുന്നള്ളിയിട്ടുണ്ട്. മന്നോർ മന്നവനായ തിരുമേനിയുടെ ചരിത്രം 24,000 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മർഷിവര്യൻ വിവരിച്ചു. മഹർഷിവര്യനായ ഭാർഗവനാൽ 100 എണ്ണം. ആദ്യം മുതൽക്ക് ശരിക്ക് 500 സർഗങ്ങൾ. 100 കാണ്ഡങ്ങൾക്ക് പുറമെ ഉത്തരകാണ്ഡത്തെയും ഭഗവാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ദിരുവടിയുടെ ജീവ കാലാവധി വരെ ഉള്ളതെല്ലാം ഈ മഹാകാവ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. കേൾക്കുവാൻ അവിടുത്തേക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ കർമ്മങ്ങൾ നിർത്തുന്ന സന്ദർഭത്തിൽ അനുജന്മാരോട് ഒന്നിച്ച് കേൾക്കുവാൻ ദയയുണ്ടാകണം. അങ്ങനെയാകാം. ദാശരഥി മന്ദഹാസത്തോടെ അരുൾ ചെയ്തു. അനുവാദത്തോടെ അവർ മുനിവ്യാക്രനായ വാൽമീകി സമീപത്തേക്ക് മടങ്ങിയത് തികച്ചും സന്തുഷ്ടമാനസരായിട്ടാണ്. ആ ഗാനമാധുരി നുകർന്ന ശ്രീരാമചന്ദ്രൻ ക്രിയാദികൾ തുടരുവാൻ യജ്ഞശാലയിലേക്ക് അനുപമ മാഹാത്മ്യമാർന്ന മാമുനീശ്വരന്മാരോടും ഭൂപാലകന്മാരോടും കൂടി എഴുന്നള്ളി. രഘുകുല തിലകൻ എല്ലാ ദിവസവും ഇങ്ങനെ സമ്മേളിക്കും. തന്ത്രീലയത്തിനനുസരിച്ച മധുരാക്ഷരങ്ങളോടും താളലയങ്ങളോടും കൂടിയ സർഗങ്ങൾ കേട്ട് അവരേവരും അത്യധികം ആനന്ദിച്ചു. മാമുനീശ്വരന്മാർ, അവനീന്ദ്രന്മാർ, വാനരവര്യന്മാർ, അരക്കപ്രമുഖന്മാർ എന്നിവരാൽ ആവൃതനായ മഹാപ്രഭു
കുശലവന്മാരുടെ സംഗീതാമൃതം അനേക ദിവസം ആസ്വദിച്ചു. ആ കാവ്യസുധയിൽ നിന്ന് ഗായകകുമാരന്മാർ സീതാസുതന്മാരാണെന്നത് വ്യക്തമായി. സച്ചരിതരായ സജീവരിൽ ചിലരെ സദസ്സിൻ്റെ മധ്യസ്ഥിതനായ രഘുനാഥൻ വിളിച്ച് ആത്മചിന്തയെ സുവ്യക്തമാക്കി. നിങ്ങൾ അതിവേഗത്തിൽ ഭഗവാൻ വാൽമീകിയുടെ സമീപത്തിൽ ചെല്ലുവിൻ. സീത സത്വ്രതയും ദോഷവിഹീനയുമാണെങ്കിൽ ഋഷീന്ദ്രാനുവാദത്തോടെ ആത്മശുദ്ധിയെ ചെയ്യട്ടെ. ഭഗവാന്റെ അന്തർഗതവും വൈദേഹിയുടെ ഹൃദയഗതിയും ശരിക്ക് മനസ്സിലാക്കി ഉറപ്പ് തോന്നിയാൽ എന്നോട് പറയുവിൻ. എനിക്ക് വന്ന ചീത്തപ്പേര് തീർക്കുവാൻ നാളെ പ്രഭാതത്തിൽ ജനകരാജർഷിസുത ശപഥം ചെയ്യട്ടെ. ശ്രീരാമദേവന്റെ അത്യത്ഭുതജനകമായ വാക്കുകൾ കേട്ട ദൂതന്മാർ ഉത്തരക്ഷണത്തിൽ മുനിവ്യാക്രനായ വാൽമീകിയുടെ ആശ്രമവാടത്തിലെത്തി. ഉഗ്രതപസ്സിന്റെ പരിവേഷം ജ്വാലാരൂപത്തിൽ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാവിനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ മൃദുമധുരമായ സന്ദേശത്തെ സവിനയം ഉണർത്തി. രഘുരാമന്റെ മനോഗിതം ഇന്നതാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ വാൽമീകി മഹർഷി, ശരി, അങ്ങനെയാകാം, നിങ്ങൾക്ക് ശുഭം വരട്ടെ. രാമൻ പറയുന്നത് പോലെ സീത ചെയ്യും. കുലസ്ത്രീകൾക്ക് ഈശ്വരനായിട്ടുള്ളത് ഭർത്താവാണ്. ആ ഉത്തമ ദൂതന്മാർ രാജരാജേന്ദ്രന്റെ തിരുമുമ്പിലെത്തി. മാമുനീശ്വരന്റെ വാക്കുകൾ അതേപോലെ ഉണർത്തിച്ചു. ഭഗവാൻ വാൽമീകിയുടെ അന്തർഗതം രഘുവരനും അറിഞ്ഞു. ആഹ്ലാദ തള്ളലോടെ അവിടെയുള്ള തപോധിനികളോടും അരജന്മാരോടും ശിഷ്യന്മാരോട് കൂടിയ ഭഗവാന്മാരും അമാത്യരോട് കൂടിയ അവനീന്ദ്രന്മാരും ആഗ്രഹമുള്ള മറ്റെല്ലാവരും സീതാശപഥത്തെ നേരിൽ കാണുവാൻ സന്നിഹിതരാകണം. മഹാത്മാവായ കാകുത്സന്റെ വാക്കുകൾ യതീശ്വരന്മാരുടെയും രാജപ്രമുഖന്മാരുടെയും കണ്ഠങ്ങളിൽ നിന്ന് അന്തരീക്ഷം ഭേദിക്കത്തക്ക വിധം നല്ലത് രഘുവംശ രാജേന്ദ്രനായ ശ്രീരാമചന്ദ്ര പ്രഭു വിജയിക്കട്ടെ. മഹാനുഭാവനായ അവിടുത്തോട് സദൃശനായൊരു രാജാവ് ഭൂമണ്ഡലത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല എന്നിങ്ങനെ ഉയർന്നു. സീതാദേവിയുടെ ശപഥക്രിയ നാളെ പ്രഭാതത്തിൽ ഉണ്ടാകുമെന്ന് രാജസിംഹനായ മഹാപ്രഭു ദാശരഥി കൽപ്പിച്ചു. അതുല്യ തപസ്സാർജിച്ച മുനിവരന്മാരും ധാർമ്മിക കേന്ദ്രങ്ങളായ രാജാക്കന്മാരും അനുവാദം സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.